വൺസ് അപ്പോൺ എ ടൈം ഒരിക്കൽ ദർ വാസ് എ വെൽത്തി മെർച്ചൻറ്റ്, ഒരു സമ്പന്നനായ കച്ചവടക്കാരനുണ്ടായിരുന്നു. ഹു ഹാഡ് 4 വൈഫ്സ്, അദ്ദേഹത്തിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഈച്ച് വൈഫ് റെപ്രസെൻറ്റഡ് എ ഡിഫറെൻ്റ് ആസ്പെക്റ്റ് ഓഫ് ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളാണ് ഓരോ ഭാര്യമാരും പ്രതിനിധീകരിച്ചത്, അല്ലെങ്കിൽ അവരൊക്കെ വ്യത്യസ്തങ്ങളായ ആസ്പെക്റ്റുകളായി ഉണ്ടായിരുന്നത്. ആൻഡ് ഹി ട്രീറ്റഡ് ദം ഡിഫറെൻ്റ്ലി ബേസ്ഡ് ഓൺ ഹിസ് അഫെക്ഷൻ ആൻഡ് പ്രയോറിറ്റീസ്. അദ്ദേഹത്തിൻ്റെ സ്നേഹവും ചില മുൻഗണനകളൊക്കെ അനുസരിച്ച് വ്യത്യസ്തമായ രീതിയിലാണ് അവരെ പരിചരിച്ചത്. എല്ലാവരോടും ഒരുപോലെ ആയിരുന്നില്ല. ദ മെർച്ചൻ്റ് അഡോർഡ് ഹിസ് 4th വൈഫ് ദ മോസ്റ്റ്. ഏറ്റവും കൂടുതൽ ആ കച്ചവടക്കാരൻ സ്നേഹിച്ച അവരുടെ 4ാമത്തെ ഭാര്യയായിരുന്നു. ഷി വാസ് ബ്യൂട്ടിഫുൾ, ചാമിങ്. അവർ നല്ല ഭംഗിയുള്ളവളായിരുന്നു, ആകർഷകയായിരുന്നു. ആൻഡ് യങ്, പ്രായം കുറവായിരുന്നു. ആൻഡ് ഹി ഷവേർഡ് ഹെർ വിത്ത് ലക്ഷൂറിയസ് ഗിഫ്റ്റ്സ് ആൻഡ് ഫൈൻ ക്ലോത്ത്സ്. അവർക്ക് ഒരുപാട് വില കൂടിയ സമ്മാനങ്ങളും വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഹി സ്പെയർഡ് നോ എഫേർട്ട് ഇൻ എൻഷുറിങ് ഹെർ ഹാപ്പിനെസ് ആൻഡ് ഹെർ ബ്യൂട്ടി വാസ് ഹിസ് പ്രൈഡ്. അവളെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ അയാളൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. മാത്രമല്ല അവളുടെ ഒരു സൗന്ദര്യമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം. ദ 3rd വൈഫ് വാസ് ആൾസോ വെരി ഡിയർ ടു ഹിം. 3ാമത്തെ ഭാര്യയും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ഹി അഡ്മയർ ഹെർ എലഗൻസ് ആൻഡ് എൻജോയ്ഡ് ഷോയിങ് ഹെർ ഓഫ് ടു ഹിസ് ഫ്രണ്ട്സ്. അവന് 3ാമത്തെ ഭാര്യയുടെ ആ ഒരു സൗന്ദര്യം, ഒരു ശാലീന സൗന്ദര്യം, നാച്ചുറലായിട്ടുള്ളൊരു സൗന്ദര്യമായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നത്. മാത്രമല്ല ഈ ഭാര്യ എല്ലാവർക്കും മുമ്പ് കാണിക്കുന്നത് വല്ലാത്തൊരു അഭിമാനമായി കരുതിയിരുന്നു. ഹോവർ, ഏതായിരുന്നാലും ഹി ലിവ്ഡ് ഇൻ എ കോൺസ്റ്റൻറ്റ് ഫിയർ ദാറ്റ് ഷീ മൈറ്റ് ലീവ് ഹിം ഫോർ സം വൺ എൽസ്. ഇയാളെ തേച്ചിട്ട് പോവോ അല്ലെങ്കിൽ ഒഴിവാക്കി പോകുമോ എന്നുള്ളൊരു പേടി അയാൾക്കുണ്ടായിരുന്നു. നെക്സ്റ്റ്, ദ 2nd വൈഫ് വാസ് ഹിസ് കോൺഫിഡൻറ്റ്. അതായത് 2ാമത്തെ വൈഫ് ഇദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിരുന്നു. ഇയാളെ എല്ലാ കാര്യങ്ങളും രഹസ്യങ്ങളും ഇതൊക്കെ പറയാം, എന്തുണ്ടെങ്കിലും 2ാമത്തെ വൈഫിനോടേയും പറയാം. ഷി വാസ് വൈസ്, അവൾ ബുദ്ധിയുള്ള ആളായിരുന്നു. കൈൻഡ്, സ്നേഹം ഉണ്ടായിരുന്നു. ആൻഡ് സപ്പോർട്ടീവ്, നല്ല സപ്പോർട്ടീവായിരുന്നു. വെനെവർ ദ മെർച്ചൻറ്റ് ഫേസസ് പ്രോബ്ലംസ്, ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ സമയത്തൊക്കെ ഷി വാസ് ദ വൺ ഹൂ ഗേവ് ഹിം സൗണ്ട് അഡ്വൈസ് ആൻഡ് കംഫർട്ട്. കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ആ സമയത്ത് കൊടുക്കുക, ആത്മവിശ്വാസം കൊടുത്തൊക്കെ ഈ 2ാമത്തെ വൈഫാണ്. ദെൻ ദർ വാസ് ദ 1st വൈഫ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ. ലോയൽ ആൻഡ് ഹാർഡ് വർക്കിംഗ്. അവൾ നല്ല അദ്ദേഹത്തോട് കൂറുള്ളവളും നന്നായിട്ട് കഠിനമായി അധ്വാനിക്കുന്നവളുമായിരുന്നു. ഷീ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ ഹൗസ് ഹോൾഡ് ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ടു മെർച്ചൻസ് വെൽത്ത്. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നതിലും അതേപോലെ തന്നെ ഈ മെർച്ചൻറ്റിൻ്റെ സമ്പാദ്യങ്ങളൊക്കെ വളരുന്നതിലൊക്കെ വലിയ അളവിൽ പണിയെടുത്ത ആളാണ്. എന്നിട്ടും ദ മെർച്ചൻറ്റ് ബെയർലി നോട്ടീസ്ഡ് ഹെർ. ഈ കച്ചവടക്കാരൻ അവരുടെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. ഡിസ്പൈറ്റ് ഹെർ അൺവേവറിങ് ലവ്, അതായത് സ്ഥായിയായ, ഒരിക്കലും മാറാട്ട അചഞ്ചലമായ അവളുടെ സ്നേഹമൊക്കെ ഉണ്ടായിട്ടും ഷി വാസ് ഓഫൺ നെഗ്ലക്റ്റഡ് ആൻഡ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അവൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയും അത് ജസ്റ്റ് ടേക്കൺ ആസ് ഗ്രാൻഡഡ്, അത് വെറുതെ കിട്ടിയതാണ്, വലിയ വാല്യൂ ഒന്നുമില്ല എന്ന രീതിയിലായി പോവുകയും ചെയ്തു. ഇനി അടുത്തൊരു സ്റ്റേജ്, ഫേസിങ് മോർട്ടാലിറ്റി. അദ്ദേഹത്തിൻ്റെ അസുഖം വന്നിട്ട് ആ സമയത്തുള്ളതാണ്. വൺ ഡേ, ഒരു ദിവസം, ദ മെർച്ചൻറ്റ് ഫെൽ ഗ്രേവ്ലി ഇൽ. വല്ലാതെ അസുഖം വന്നു ഈ കച്ചവടക്കാരന്. ആസ് ഹി ലേ ഓൺ ഹിസ് ഡെത്ത് ബെഡ്. അങ്ങനെ അദ്ദേഹം മരണശയ്യയിൽ കിടന്നു. ഹി റിയലൈസ്ഡ് ദാറ്റ് ഹിസ് ടൈം വാസ് നിയറിങ് ഇറ്റ്സ് എൻഡ്. അദ്ദേഹത്തിന് മനസ്സിലായി ഏകദേശം എൻ്റെ സമയം അവസാനിക്കാറായി. ഡിസ്പൈറ്റ് ഹിസ് വെൽത്ത് ആൻഡ് പൊസിഷൻ, അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുകളും ആസ്തികളൊന്നും ഉണ്ടായിരുന്നെങ്കിലും ഹി ഫെൽറ്റ് ലോൺലി ആൻഡ് ഫ്രൈറ്റൻഡ്. അദ്ദേഹം വല്ലാതെ ഏകാന്തത അനുഭവപ്പെടുകയും വല്ലാതെ ഭയപ്പെടുകയും ചെയ്തു. ഹി വണ്ടേർഡ് ഹൂ എമംഗ് ഹിസ് 4 വൈഫ്സ് വുഡ് അക്കമ്പനി ഹിം ഓൺ ഹിസ് ഫൈനൽ ജേർണി. ഈ 4 ആളെ കൂട്ടത്തിൽ ആരായിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കാൻ അദ്ദേഹം ഭയപ്പെട്ടു. ഇനി 4th വൈഫ്സ് റിഫ്യൂസൽ, 4ാമത്തെ ഭാര്യയുടെ നിരാകാരം. ദ മെർച്ചൻറ്റ് കാൾഡ് ഹിസ് 4th വൈഫ് ആൻഡ് സെറ്റ്. 4ാമത്തെ ഭാര്യനെ വിളിച്ചു പറഞ്ഞു, ഐ ഹാവ് ലവ്ഡ് യു ദ മോസ്റ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ നിന്നെയാണ് സ്നേഹിച്ചത്. ഗിവൺ യു എവറിത്തിങ് യു ഡിസൈഡ്. നീ ആഗ്രഹിച്ചൊക്കെ നിനക്ക് തന്നിട്ടുണ്ട്. വിൽ യു കം വിത്ത് മീ വെൻ ഐ ഡൈ ടു കീപ് മീ കമ്പനി. എൻ്റെ മരണ യാത്രയിൽ അവസാന സമയത്തിന് എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുമോ?
ദ ഫോർത്ത് വൈഫ് ലുക്ക്ഡ് അറ്റ് ഹിം കോൾഡ്ലി ആൻഡ് റിപ്ലൈഡ്. വളരെ തണുത്ത ഭാവത്തോടു കൂടി അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു നാലാമത്തെ ഭാര്യ, നോവേ, ക്ഷമിക്കണം. വിത്തൗട്ട് അനദർ വേർഡ്, ഒന്നും പറയാതെ ഷീ വാക്ക്ഡ് അവേ, അവർ നടന്നുപോയി. ലിവിങ് ദ മെർച്ചൻ്റ് ഹേർട്ട് ബ്രോക്കൺ. അങ്ങനെ ഈ കച്ചവടക്കാരനാകെ ടെൻഷനായി. നെക്സ്റ്റ് ദ മെർച്ചൻ്റ് ടേൺ ടു ഹിസ് തേർഡ് വൈഫ്. മൂന്നാമത്തെ ഭാര്യനോട് ചോദിച്ചു, ഐ ഹാവ് ചെറിയസ്റ്റ് യു ആൻഡ് ടേക്കൺ പ്രൈഡ് ഇൻ യു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, നിന്നിൽ ഞാൻ ഒരുപാട് അഭിമാനം കണ്ടെത്തിയിട്ടുണ്ട്. വിൽ യു ഫോളോ മീ വെൻ ഐ ഡൈ? ഹി ആസ്ക്. ഞാൻ മരിക്കുമ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടാവുമോ? ദ തേർഡ് വൈഫ് ഷുക്ക് ഹെർ ഹെഡ് ആൻഡ് സെറ്റ്. തല കുലുക്കിയിട്ട് പറഞ്ഞു, നോ, ലൈഫ് ഈസ് ടു ഗുഡ് ഹിയർ. ഇവിടെ ജീവിതം നല്ല രസമാണ്. വെൻ യു ഡൈ, നീ മരിക്കുമ്പോൾ ഐ വിൽ റീ മാരി. ഞാൻ വേറെ കല്യാണം കഴിക്കും. ഹെർ വേർഡ്സ് കട്ട് ത്രൂ ദ മെർച്ചൻസ് ഹെഡ് ലൈക്ക് എ നൈഫ്. ഒരു വാള് മുറിക്കുന്ന പോലെ കച്ചവടക്കാരനൊക്കെ അദ്ദേഹത്തെ മുറിച്ചു അവളുടെ വാക്ക്. ദ സെക്കൻഡ് വൈഫ്സ് കൺസോലേഷൻ. ഇനി രണ്ടാമത്തെ വൈഫ് ടേണിംഗ് ടു ഹിസ് സെക്കൻഡ് വൈഫ്. രണ്ടാമത്തെ വൈഫിനെ നോക്കി. ദ മെർച്ചൻ്റ് പ്ലെഡഡ്. അയാൾ യാചിച്ചു, യു ഹാവ് ഓൾവേസ് ബീൻ ദെയർ ഫോർ മീ. നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. വിൽ യു അക്കമ്പനി മീ ഓൺ മൈ ഫൈനൽ ജേണി. എൻ്റെ അവസാന യാത്ര എൻ്റെ കൂടെ ഉണ്ടാവുമോ? ദ സെക്കൻഡ് വൈഫ് സൈഡ് ആൻഡ് റിപ്ലൈഡ് ജെൻ്റ്ലി. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഐ ആം സോറി, ക്ഷമിക്കണം, ബട്ട് ഐ കാൺ ഗോ വിത്ത് യു. എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല. ദ ബെസ്റ്റ് ഐ ക്യാൻ ഡു ഈസ് അറേഞ്ച് യുവർ ഫണറൽ ആൻഡ് സീ യു ടു യുവർ ഗേവ്. നിങ്ങളെ നിങ്ങൾക്ക് ചെയ്ത ഒരുക്കാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ, അല്ലാതെ നിങ്ങളെ കൂടെ വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. So her words were kind. അവളുടെ വാക്കുകൾ അത്യാവശ്യം ഒരു മഴയുള്ളതാണെങ്കിലും they offered little solace to merchant's despairing heart. ആ വിഷമിക്കുന്ന കച്ചവടക്കാരൻ്റെ ഹൃദയത്തിന് അല്പാശ്വാസം കൊടുത്തു. ആണ് ആദ്യ ഭാര്യൻ്റെ അടുത്ത് പോകുന്നത് ഇയാൾ പലപ്പോഴും അവഗണിച്ച. A quiet voice broke the silence. ആ ഒരു നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പെട്ടെന്നൊരു ശബ്ദം വന്നു. I will go with you. ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. I will follow you wherever you go. നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളെ കൂടെ തന്നെ വരും. The merchant turned to see his first wife. അങ്ങനെ ആദ്യ ഭാര്യയെ നോക്കാൻ വേണ്ടി തിരിഞ്ഞു. She was frail and thin. As he had neglected for her years. അവൾ വല്ലാതെ ക്ഷീണിച്ചിരുന്നു, കാരണം വർഷങ്ങളായിട്ട് ഇദ്ദേഹം ഇവളെ അവോയ്ഡ് ചെയ്യലായിരുന്നു. Overwhelmed with guilt and regret, he whispered. ഈ കുറ്റബോധത്താലും പാപഭാരത്താലും ഒക്കെ മനസ്സ് നിറഞ്ഞുകൊണ്ട് അയാൾ മന്ത്രിച്ചു, I should have taken better care of you while I had the chance. നിന്നെയായിരുന്നു ഞാൻ കൂടുതൽ സ്നേഹിക്കേണ്ടിയിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. സ്റ്റോറി അവസാനിച്ചു.